നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും ഉയർത്താൻ അനുവദിക്കില്ലെന്ന് കേരള ജനതയുടെ സുരക്ഷയ്ക്കായി പുതിയ ഡാം പണിയണം. സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാൻ പോലും തമിഴ്നാട് തയ്യാറാകുന്നില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പ്രളയക്കെടുതി. കോട്ടയം ജില്ലയുടെ സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നതായി SDPI. ജില്ലയിൽ ക്ഷോഭത്തിൽ നഷ്ടമായത് 4 ജീവനുകൾ. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. വ്യാപാര മേഖലയ്ക്ക് കോടികളുടെ നഷ്ടം. ഏറ്റുമാനൂർ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ ഭാഗിക ഗതാഗതം. ആവർത്തിക്കുന്ന പ്രളയ ദുരന്തങ്ങൾ സർക്കാരിന്റെ അനാസ്ഥയുടെ ഫലമെന്ന് BJP. നദികളിലെ മണൽ നീക്കണം. അപകട മേഖലകളിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താൻ നടപടിയെടുക്കുമെന്ന് തമിഴ്നാട് ബജറ്റിലെ പ്രഖ്യാപനത്തോട് രൂക്ഷമായി പ്രതികരിച്ച് സംസ്ഥാനം. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും ഉയർത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരള ജനതയുടെ സുരക്ഷയെ കരുതി പുതിയ ഡാം പണിയുക എന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്നും മന്ത്രി മോൻസ് ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായും വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാട് കേരള ജനതയുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. UDF സർക്കാരും ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടിയ നിലപാട് ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിലപാടിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്തതാണ്. കേരളത്തിന്റെ താൽപര്യങ്ങൾ മാത്രമല്ല, ദേശീയ താൽപര്യങ്ങൾക്ക് പോലും യോജിക്കാത്ത ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുന്നു. പ്രളയത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായ കോട്ടയം ജില്ലയോട് സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന കാട്ടുകയാണെന്ന് SDPI കോട്ടയം ജില്ലാ കമ്മിറ്റി. ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ 4 പേർ മരണമടഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചെന്നും SDPI ജില്ലാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായ കോട്ടയം ജില്ലയെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവഗണിച്ചതായി SDPI ജില്ലാ ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൽ 4 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ 2 ജീവനുകൾ പൊലിഞ്ഞു. തിരുവഞ്ചൂരിൽ വീട്ടിലെ വാട്ടർ ടാങ്ക് ഒഴുകിപ്പോകുന്നത് തടയാൻ ശ്രമിച്ചയാൾ മുങ്ങി മരിച്ചു. കൂടാതെ അയർക്കുന്നത്ത് വെള്ളക്കെട്ടിൽ വീണും ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഈരാറ്റുപേട്ട, പാല, പൂഞ്ഞാർ, തെക്കേക്കര ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണുണ്ടായത്. ഈരാറ്റുപേട്ടയിൽ 400ഓളം വീടുകളിൽ വെള്ളം കയറി. ഈരാറ്റുപേട്ടയിലെ കടകളിൽ വെള്ളം കയറിയതോടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായതെന്നും SDPI ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയമാണ്. ഏതാണ്ട് 400ഓളം വീടുകൾ 18 അടിയോളം വെള്ളത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ നിലവിൽ വെള്ളത്തിൽ ഒലിച്ചുപോയ സാഹചര്യം. കോടികളുടെ നാശനഷ്ടങ്ങളാണ് നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ആരാധനാലയങ്ങൾ, കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 50ഓളം ആരാധനാലയങ്ങൾ വെള്ളം കയറി കോടികളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്.
കോട്ടയം താലൂക്കിലെ തിരുവാർപ്പ്, ഐമനം, കുമരകം പഞ്ചായത്തുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നവും രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണാനോ ജാറുകളിൽ കുടിവെള്ളം എത്തിക്കാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് U നവാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP അജ്മൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ പുളിമൂട് ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും സ്തംഭിച്ചിരുന്നു. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. മീനച്ചിലാറും തീരത്തുള്ള പാടശേഖരങ്ങളും കരകവിഞ്ഞൊഴുകി നഗരസഭയിലെ വിവിധ മേഖലകളിൽ വീടുകളിലും റോഡുകളിലുമെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു. വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. നഗരസഭാ പരിധിയിലെ വാർഡുകളിൽ കിഴക്കൻ വെള്ളം എത്തിയതോടെ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. അരയോളം പൊക്കത്തിലാണ് പ്രദേശത്ത് വെള്ളം ഉയർന്നത്. പുളിമൂട്, പായിക്കാട്, പൂവത്തുമൂട്, കിണറ്റുമൂട് തുടങ്ങിയ പ്രദേശത്ത് ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറി. റോഡിലും വെള്ളമുണ്ടായിരുന്നു. കറ്റോട്, കമ്പനിക്കടവ് ഭാഗത്തും വീടുകളിലും റോഡിലും വെള്ളം കയറി. എന്നാൽ പ്രദേശത്ത് കൃഷിയടക്കം നശിച്ചു. പൂർണ്ണമായും വെള്ളം ഇറങ്ങിയാൽ മാത്രമേ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ പുളിമൂട് ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചെറുവാണ്ടൂരിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡ് അടച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ആവർത്തിച്ചുണ്ടാകുന്ന പ്രളയവും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥയുടെ മുൻകരുതൽ നടപടികളുടെ അലംഭാവത്തിന്റെ ഫലമാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ സ്ഥിരമായി പ്രളയക്കെടുതി ഉണ്ടാകുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും മണൽ നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണം. 3 ലക്ഷം മെട്രിക് ടൺ മണ്ണ് ജില്ലയിലെ ഈ 2 നദികളിൽ നിന്നു മാത്രം നീക്കം ചെയ്യാനുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സ്ഥിതിഗതികൾ പഠിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. എന്തു പഠനമാണ് ഈ 2018 ശേഷം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന സുരക്ഷയ്ക്കും വേണ്ടി സർക്കാർ എന്തു പഠനം നടത്തി? പണ്ട് പിണറായി വിജയൻ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു പഠനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഹോളണ്ടിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ചതായിട്ട്. അതും എന്തെങ്കിലും ഈ നാട്ടിൽ നടപ്പിലായതായിട്ട് നമുക്കറിയത്തില്ല. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, കോട്ടയം ജില്ലയിലെ ഏറ്റവും ബാധിക്കുന്നത് മീനച്ചിലാറാണ്, അല്ലേ? ആ മീനച്ചിലാറിന്റെ ഇപ്പം ഞാനൊക്കെ കളിച്ചു വളർന്ന ഈരാറ്റുപേട്ട പനിക്കപ്പാലം പ്രദേശത്തൊക്കെ തിട്ടകൾ, ആ മൺതിട്ട ഒരു സൈഡിലൊക്കെ മൺതിട്ട വരും. ഇപ്പൊ ഒരു 20 അടി 25 അടി ഹൈറ്റിൽ ആ മൺതിട്ട നികന്ന് നിൽക്കുകയാണ്. ചെക്ക് ഡാം എല്ലാം പൊളിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ചെക്ക് ഡാമിൽ വർഷാവർഷം അടിയുന്ന മണൽ നീക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2018 കുറച്ച് വെള്ളമാണ് ഇപ്രാവശ്യം വന്നത്. അത്ര വെള്ളം വന്നിട്ടില്ല. പക്ഷെ 2018 കയറിയതിനേക്കാൾ ഇരട്ടി വെള്ളം ഇപ്രാവശ്യം കയറി. എന്തുകൊണ്ടാണ്? ഈ ബെഡ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. 3 ലക്ഷം മെട്രിക് ടൺ മണൽ ഈ 2 ആറ്റിലായിട്ട് മാത്രമുണ്ട്. 3 ലക്ഷം മെട്രിക് ടൺ ഒന്ന് എടുത്ത് വിറ്റാൽ സർക്കാരിന് എത്ര കോടി രൂപ കിട്ടും? സാമ്പത്തികമില്ല, പണമില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോ. എത്ര കോടി രൂപ ഇതുവഴി സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും? 2 കാര്യമാണ്. സർക്കാരിന് വരുമാനം ലഭിക്കും, 1 രൂപ പോലും മുടക്കാതെ ഇത്ര ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അപകടകരമായ പരിസ്ഥിതിയിൽ കഴിയുന്ന 138 കുടുംബങ്ങളെ കണ്ടെത്തിയെങ്കിലും ഈ 8 വർഷം കഴിഞ്ഞിട്ടും ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ലെന്നും ഷോൺ ജോർജ് പറയുന്നു. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് യാതൊരു സർക്കാർ സഹായവും ലഭിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജും BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രകൃതിക്ഷോഭത്തിൽ ദുരന്ത നിവാരണത്തിനായി രാപ്പകൽ ജാഗ്രതയിൽ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ DEOC-യിലൂടെയാണ് ചെയ്യുന്നത്. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭത്തെ തുടർന്നുള്ള ദുരന്ത നിവാരണത്തിനായി രാപ്പകൽ ജാഗ്രതയിലാണ് കളക്ടറേറ്റിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും
വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ ദുരന്ത നിവാരണി അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ഏകോപിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ ഫോൺ മുഖേന അറിയിക്കുന്ന വിവരങ്ങളും ഇവിടെ നിന്ന് പ്രാദേശിക തലം വരെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറും. തുടർ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുവെന്ന് ADM സോളി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നുമുണ്ട്. കളക്ടറേറ്റിൽ സ്ഥിര സംവിധാനമായി പ്രവർത്തിക്കുന്ന DEOC സംവിധാനം പ്രകൃതിക്ഷോഭ സാഹചര്യം കണക്കിലെടുത്ത് വിപുലീകരിച്ചു. കളക്ടറേറ്റിലെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്ക് 100 കണക്കിന് ഫോൺ കോളുകളാണ് ദിവസവും വരുന്നത്. പ്രകൃതിക്ഷോഭം മൂലമുള്ള നാശനഷ്ടങ്ങളും വീടുകളിൽ വെള്ളം കയറുന്നതും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടാകും. ഹസാർഡ് അനലിസ്റ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ദുരന്ത നിവാരണ വിഭാഗം പ്ലാൻ കോർഡിനേറ്റർ എന്നിവരും റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാ സേന എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമാണ് ഈ കേന്ദ്രത്തിൽ സ്ഥിരമായി ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ജലസേചനം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ജീവനക്കാരും മുഴുവൻ സമയവും ഇവിടെയുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും വാഹനം, ചികിത്സ, രക്ഷാപ്രവർത്തനം തുടങ്ങി ഏതാവശ്യം അറിയിച്ചാലും പെട്ടെന്നെത്തിക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. ജലസേചന വകുപ്പ് നദികളിലെ ജലനിരപ്പ് സദാസമയവും നിരീക്ഷിച്ച് വിവരം നൽകും. DEOC അത് ഓരോ മണിക്കൂറിലും മുന്നറിയിപ്പായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജില്ലാ തലത്തിലുള്ള ഓപ്പറേഷൻ സെന്ററിന് പുറമെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ഓപ്പറേഷൻ സെന്ററുകളുമുണ്ട്. ജില്ലാ, താലൂക്ക് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റവുമായി ചേർന്നാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദുരിതാശ്വാസ ക്യാമ്പിൽ സന്തോഷത്തിന്റെ ഒരു പകൽ. പാട്ടും ഡാൻസുമായി കുട്ടികളെത്തിയപ്പോൾ ക്യാമ്പിലെ കുഞ്ഞുങ്ങളും മതിമറന്നു. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികൾ ഒരുക്കിയത്. പാട്ടും ഡാൻസുമായി സ്കൂൾ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലെ കുട്ടികൾക്കും സന്തോഷം. പിന്നെ കണ്ടത് മണിക്കൂറുകൾ നീണ്ട ആഘോഷം. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികൾ ഒരുക്കിയത്. സ്കൂൾ ഹോസ്റ്റലിലെ കുട്ടികളിലും ജൂനിയർ റെഡ് ക്രോസ് വോളണ്ടിയർമാരും ഗൈഡ് വിഭാഗത്തിലെ വിദ്യാർത്ഥിനികളും സ്ക്രീനിലെ ഹിറ്റ് പാട്ടുകൾക്കൊത്ത് ക്യാമ്പിലെ കുട്ടികളുമായി ചേർന്ന് നൃത്തം ചെയ്തു. കുട്ടികൾക്കായി വീഡിയോ പ്രദർശനവും മറ്റു വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MB സന്തോഷ് കുമാർ കുട്ടികളെ സന്ദർശിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ AS ജെയിൻ, ലിറ്റിൽ കൈറ്റ് മാസ്റ്റർ PD ബിന്ദുമോൾ, സിസ്റ്റർ ഷെർലിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇവിടുത്തെ ക്യാമ്പിലുള്ള 324 പേരിൽ 62 കുട്ടികളുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കനത്ത മഴയിൽ പാല രാമപുരം ചിറകണ്ടത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോതമ്പാനി തറവാട്ട് വീട്ടിലെ കിണറാണ് ഇടിഞ്ഞുപോയത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും ഉയർത്താൻ അനുവദിക്കില്ലെന്ന് കേരള ജനതയുടെ സുരക്ഷയ്ക്കായി പുതിയ ഡാം പണിയണം. സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാൻ പോലും തമിഴ്നാട് തയ്യാറാകുന്നില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പ്രളയക്കെടുതി. കോട്ടയം ജില്ലയുടെ സംസ്ഥാന സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നതായി SDPI. ജില്ലയിൽ ക്ഷോഭത്തിൽ നഷ്ടമായത് 4 ജീവനുകൾ. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. വ്യാപാര മേഖലയ്ക്ക് കോടികളുടെ നഷ്ടം. ഏറ്റുമാനൂർ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ ഭാഗിക ഗതാഗതം. ആവർത്തിക്കുന്ന പ്രളയ ദുരന്തങ്ങൾ സർക്കാരിന്റെ അനാസ്ഥയുടെ ഫലമെന്ന് BJP. നദികളിലെ മണൽ നീക്കണം. അപകട മേഖലകളിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.